ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥന ആമേൻ നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് നമ്മൾ 33ാമത്തെ ദിവസമാണ്. നമ്മൾ 33 ദിവസത്തെ പ്രാർത്ഥനയായിരുന്നു. ഇന്ന് നമ്മൾ 33ാമത്തെ ദിവസമാണ്. കർത്താവിന് സ്തോത്രം. നമ്മൾ പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് പലരും ചോദിക്കുവാനായിട്ട് ഇടയായി. ആമേൻ എന്താ പാസ്റ്ററെ 7 ദിവസമെന്ന് കേട്ടിട്ടുണ്ട്, 21 ദിവസമെന്ന് കേട്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ 33 ദിവസം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല. കർത്താവ് നമ്മളോട് പറഞ്ഞു, നമ്മളത് ചെയ്തു. കർത്താവിന് സ്തോത്രം. ആമേൻ. പ്രാർത്ഥന തുടങ്ങി ആമേൻ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൌണിന്റെ കാര്യങ്ങളും അതുപോലുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാൻ ഇടയായതും സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് പോകുവാനായിട്ട് ഇടയായി നമ്മൾ കണ്ടു. കർത്താവിന് സ്തോത്രം. ആമേൻ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവം ആരംഭത്തിങ്കൽ അവസാനത്തെ അറിയുന്നവനാണ്. കർത്താവിന് സ്തോത്രം. ഇതൊരു ദീർഘനാളത്തേക്കുള്ള ഒരു പുറപ്പാട്. കർത്താവിന് സ്തോത്രം. ഒരു പുറപ്പാട് എന്ന് പറയുമ്പോൾ ഒരു കുറച്ചു ദിവസത്തെ ഒരു പ്രാർത്ഥനയല്ല, പിന്നെയോ ഒരു ദീർഘനാളത്തെ പ്രാർത്ഥനയാണ്. കർത്താവിന് സ്തോത്രം. ഏതായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം തുടങ്ങിയതിനേക്കാൾ വലിയ തീഷ്ണതയോടെ 33ാമത്തെ ദിവസവും നമ്മൾ ആയിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സന്തോഷമുള്ളവരൊക്കെ ഒന്ന് കൈകൊടുത്ത് സ്തോത്രം ചെയ്യും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഈ 33 ദിവസത്തെ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസമായിരിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ഭാരം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന നിന്നുപോകുമോ എന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. ഏതായാലും അതുപോലെ ദൈവം നമ്മളെ ആക്കി. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് നിർബന്ധിച്ചു ആമേൻ വിളിക്കുകയും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പുറകെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന കാലം കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥന നിർത്തല്ലേ എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് ദൈവം നമ്മെ എത്തിച്ചു. കർത്താവിന് സ്തോത്രം. ആമേൻ. കർത്താവിന് എല്ലാം അറിയാം. ആമേൻ. അവന് സകലം സാധ്യമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഏതായിരുന്നാലും ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ആമേൻ ദൈവം ആമേൻ ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ എന്റെ ഹൃദയത്തിന്റെ അകത്ത് നിറഞ്ഞു കവിയുമാറാക്കിയ ഒരു വാക്യമാണ് ആമേൻ. ആമേൻ. അനർത്ഥം ആമേൻ വ്യസനത്തിന് കാരണമാകാതെ ദൈവം മാറ്റുമെന്ന് എന്റെ ഹൃദയത്തിനകത്ത് കർത്താവ് തന്നിരുന്നു. എല്ലാ പ്രാർത്ഥനയിലും ആമേൻ ഞാൻ അത് പ്രാർത്ഥിക്കുവാനായിട്ട് ആമേൻ സ്തോത്രം ബന്ധപ്പെടുമായിരുന്നു. കർത്താവിന് സ്തോത്രം. അനർത്ഥം നമുക്ക് വ്യസനത്തിന് ഹേതുവാക്കാത്ത ദൈവം. കർത്താവിന് സ്തോത്രം. പലതും നമ്മൾ കേൾക്കുവാനിടയായി, പലതിന്റെയും ആമേൻ വക്കോളം എത്തി, ആമേൻ ബ്രിമ്മിലെത്തി നമ്മൾ കൈവിട്ട് പോകുമോ എന്ന് തോന്നുമാറ് നമ്മൾ വലിയ പ്രശ്നത്തിലൊക്കെ ചെന്ന് ആമേൻ എത്തേണ്ടിയ സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ ദൈവം അവിടെ എല്ലാം ആമേൻ തന്റെ മുറിവേറ്റ കരം വെച്ച് നമ്മളെ താങ്ങി ആമേൻ തിരികെ കൊണ്ടുവരുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച നമ്മൾ സഭയായിട്ട് കാണുവാനായിട്ട് ഇടയായി. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥനയുടെ തുടക്കം മുതലുണ്ടായിരുന്ന എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാം. കർത്താവിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഹോസ്പിറ്റൽ കേസുകൾ ഒക്കെ നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി. എന്നാൽ അവിടെയെല്ലാം ദൈവം നമ്മളെ സൂക്ഷിച്ചു, ദൈവം നമ്മളെ പരിപാലിച്ചു. കർത്താവിന് സ്തോത്രം. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവം നല്ലവനാ. ഈ ദൈവം അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാ. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ആമേൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുമോ എന്നൊക്കെയുള്ള ഭാരമുണ്ട് എന്ന് എനിക്കറിയാം. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കർത്താവിന് സ്തോത്രം. ആമേൻ. അടുത്ത ദിവസം മുതൽ നമ്മൾ ചെയിൻ പ്രെയർ തുടങ്ങുകയാണ്. ആമേൻ. നാളെ രാവിലെ മുതൽ നമ്മൾ ആമേൻ സ്തോത്രം അടുത്ത ഒരാഴ്ച ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പോകും. സന്തോഷമുണ്ടോ? കർത്താവിന് സ്തോത്രം. ആ കരങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സമയം ആമേൻ വെച്ച് നമുക്ക് സൗകര്യമുള്ള ചെയിൻ എന്ന് പറയുമ്പോൾ ആമേൻ അത് നികത്താൻ വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ കൺവീനിയന്റ് ആയിരിക്കുന്ന സമയം ദൈവസന്നിധിയിൽ വെച്ച് നമ്മൾ ഒരാഴ്ചക്കാലം നാളെ രാവിലെ 7 മണി മുതൽ ആമേൻ സ്തോത്രം അടുത്ത ആമേൻ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ആരാധന വരെ ആമേൻ തുടരുന്ന ഒരു മാരത്തോൺ ചെയിൻ പ്രെയർ നമ്മൾ തുടങ്ങാൻ പോവുക. കർത്താവിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾ ഒരു നാളും അവസാനിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. അതുപോലെ ആമേൻ ദിനംതോറുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ആമേൻ സ്തോത്രം നമ്മുടെ ആമേൻ കൺവീനിയന്റ് ആയിരിക്കുന്നത് പോലെ ആമേൻ സാഹചര്യമുള്ളവരൊക്കെ കൂടി വന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. കർത്താവിന് സ്തോത്രം. എല്ലാവരും സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമുക്ക് വേഗത്തിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ആമേൻ നമുക്ക് ഒരുങ്ങാൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാടിന്റെ പുസ്തകം 13ാമത്തെ അധ്യായം അതിന്റെ 17, 18 വാക്യങ്ങൾ വായിക്കാം. കർത്താവിന് സ്തോത്രം. വായിക്കാമോ? 17, 18 വാക്യങ്ങൾ. കർത്താവിന് സ്തോത്രം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം
ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. കർത്താവിന് സ്തോത്രം. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഗോഡ് ലെഡ് ദ പീപ്പിൾ ഹല്ലേലൂയ ത്രൂ ദ വിൽഡർനെസ്. കർത്താവിന് സ്തോത്രം. മരുഭൂമിയിലൂടെ ചുറ്റി നടത്തി എന്ന് എഴുതി വച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ആമേൻ ആ ഫെലിസ്ത്യ ദേശത്തു കൂടിയുള്ള വഴി പോകാമായിരുന്നു. പക്ഷേ ആമേൻ ദൈവജനത്തെ കുറിച്ച് അറിയുമായിരുന്ന ദൈവം ആമേൻ ജനത്തിന്റെ ആമേൻ അവസ്ഥ നന്നായിട്ട് അറിയുമായിരുന്ന ദൈവം ആമേൻ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, ആ വഴി പോകാതെ ഫെലിസ്ത്യ ദേശത്തു കൂടി പോകാതെ ആമേൻ മരുഭൂമിയിലൂടെ പോകുവാനിട്ടിടയായി തീർന്നു. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ദൈവജനം ഇസ്രായേൽ മക്കൾ മിസ്രൈമിന്റെ ദേശത്ത് നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ആമേൻ വാഗ്ദത്ത ദേശത്തേക്കാണ് അവരുടെ യാത്ര. മിസ്രൈമിന്റെ അടിമത്വത്തിലായിരുന്ന ആമേൻ അടിമ ഭവനമായിരുന്ന മിസ്രൈമിന്റെ അകത്ത് ആമേൻ ഈ ചുട്ട് വലിയ വിലാപത്തോടെ നിലവിളിയോടെ അവരായിരുന്ന സമയത്ത് ആമേൻ നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആയിരുന്ന സമയത്ത് ആമേൻ അവര് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആമേൻ നിലയില്ലാതെ ആമേൻ ദൈവത്തിന്റെ ആമേൻ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, ഈ യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ, ഈ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവരുടെ നിലവിളി സ്വർഗം കേട്ടു. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവരുടെ കണ്ണുനീര് സ്വർഗം കണ്ടു. കർത്താവിന് സ്തോത്രം. കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം അവരുടെ നിലവിളി കേട്ട് അത്ര ആമേൻ സ്തോത്രം അത്ഭുതങ്ങളെ ചെയ്ത് ദൈവം അവരെ മിസ്രൈമിന്റെ ദേശത്ത് നിന്ന് ഫറവോന്റെ മുന്നിൽ അത്ഭുതങ്ങളെ ചെയ്ത് തന്റെ വീര്യമുള്ള ഭുജത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തി ആമേൻ സ്തോത്രം ഫറവോന് എതിർത്തു നിൽക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത് ആമേൻ സ്തോത്രം തന്റെ ആമേൻ മക്കളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. കർത്താവിന്റെ സ്തോത്രം. കഥയെല്ലാം എല്ലാവർക്കും ആമേൻ അറിയാമെന്ന് വിചാരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാലും ചുരുക്കമായിട്ട് പറയാം. കർത്താവിന് സ്തോത്രം. ആമേൻ അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഫറവോൻ പറയുന്നുണ്ട്, ആമേൻ സ്തോത്രം, ആമേൻ വിട്ടുതരാമെന്ന് പല പ്രാവശ്യം, നിങ്ങളെ വിട്ടേക്കാം, നിങ്ങളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് പലതവണ പറയുമ്പോഴും ആമേൻ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഫറവോന്റെ ഹൃദയം അടിക്കടി കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമ്പോൾ അവൻ ഈ മിസ്രൈമിനെ ബാധിച്ചപ്പോൾ അതിന്റെ നടുവിൽ നിലയില്ലാതെ വന്നപ്പോൾ ഫറവോൻ അവൻ ദൈവമക്കളെ റിലീസ് ചെയ്യാമെന്ന് സമ്മതിച്ചെങ്കിലും ദൈവത്തിന്റെ വചനം പറയുക, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കിയതല്ല. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ വായിച്ചാട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത് ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി. പുറപ്പാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 4-ാമത്തെ ദൈവത്തിന്റെ വചനം 4-ാമത്തെ വചനത്തിനകത്തും സ്തോത്രം പറയുന്നുണ്ട്, ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. അതുപോലെ സ്തോത്രം പുറപ്പാടിന്റെ പുസ്തകം 5-ാമത്തെ 5-ന്റെ 3-ലൊക്കെ സ്തോത്രം ഹല്ലേലൂയ പലയിടങ്ങളിലായിട്ട് 9-ന്റെ 16-ലും 5-ന്റെ 3-ലും ഒക്കെ പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി. ഞാനിത് പറയാനുള്ള സാഹചര്യം എന്താണെന്നറിയാമോ? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ സാഹചര്യത്തിന്റെ അവസ്ഥകളുടെ മേൽ കൺട്രോൾ ഇല്ലാത്തവനല്ല ദൈവം. നമ്മെ പീഡിപ്പിക്കുന്ന ഒരു പറ്റം ആളുകളുടെ മുന്നിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിന്റെ നടുവിൽ നിന്ന് വിടുവിപ്പാൻ ആർക്ക് കഴിയും?
ദൈവം എന്തുകൊണ്ട് നമ്മെ വിടുവിക്കുന്നില്ല? കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയത് ദൈവമാണ്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എല്ലാ സാഹചര്യത്തിന്റെ മേലും കൺട്രോൾ ഉള്ളവനാ നമ്മുടെ ദൈവം. നമ്മുടെ ശത്രുക്കളുടെ ഹൃദയത്തിന്റെ അധികാരം പോലും നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കുന്നത് ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം ആമേൻ സകലതും സാധ്യമാകുന്ന ഒരു ദൈവത്തിന്റെ മുന്നിലാണ്. കർത്താവിന് സ്തോത്രം. ഫറവോന്റെ ഹൃദയം കഠിനമായത് എന്തിനാണെന്ന് ഞാൻ നിങ്ങളോട് പിന്നെ പറയാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, അവൻ സകലത്തിന്റെ മേലും അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. അവൻ ലൂക്കായുടെ സുവിശേഷം 1:37 അവൻ മംഗളവാർത്ത കേൾക്കുന്ന മറിയ അവൻ ദൂതനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഒരു കന്യക എങ്ങനെയാ ഗർഭം ധരിക്കുക? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൂതൻ മറിയയോട് പറഞ്ഞു, for nothing is impossible with God. ദൈവത്തിന് അസാധ്യമായിരിക്കുന്ന ഒന്നുമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്ത ഒന്നും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമിയിലില്ല. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ആമേൻ, is there anything too hard for me? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. I'm the God of all the flesh. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, for nothing is impossible with God. ദൈവത്തിന് അസാധ്യമായിരിക്കുന്ന യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, നിന്റെ ശത്രുവായിരുന്നാലും അവൻ നിന്റെ മിത്രമായിരുന്നാലും നിന്റെ സാഹചര്യമായിരുന്നാലും നിന്റെ കണ്ണുനീരായിരുന്നാലും നിന്റെ പ്രാർത്ഥനയായിരുന്നാലും സകലത്തിന്റെ മേലും അവൻ ആധിപത്യമുള്ളൊരു ദൈവം. മിസ്രയീമിന്റെ ദേശത്ത് നിലവിളിച്ച ദൈവമക്കളുടെ കണ്ണുനീരിനെ കണ്ട അവൻ അവരുടെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ അവരുടെ ഭാരത്തെ കണ്ട അവൻ അവരുടെ ശത്രുക്കളുടെ ഹൃദയത്തിന്റെ മേൽ അധികാരമുള്ള സകലത്തിന്റെ മേലും അധികാരമുള്ള ഒരു നല്ല ദൈവം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് വായിച്ച കുറിവാക്യം എന്ന് പറയുന്നത് അവൻ 14, 13, 17, 18 വാക്യങ്ങളാണ്. കർത്താവിന് സ്തോത്രം. 17ാമത്തെ വാക്യം പറയുകയാണ്, കർത്താവിന് സ്തോത്രം, ഫാറോ അവൻ ദൈവജനത്തെ വിട്ടയച്ചു. ഒട്ടനവധി അത്ഭുതങ്ങളും അവൻ സ്തോത്രം അടയാളങ്ങളും ആ ഇസ്രായേലിന്റെ ദേശത്ത് ഈജിപ്തിനകത്ത് ചെയ്തെങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരുന്നു. കർത്താവിന്റെ സ്തോത്രം. ഒടുവിലായിട്ട് നമുക്കറിയാം, അവൻ സ്തോത്രം ആടിനെ അറുത്ത് അവൻ രക്തം അവൻ കട്ടിലമേലും കുറുമ്പടിമേലും പതിപ്പിച്ച് അവൻ സ്തോത്രം അവൻ ദൈവമക്കൾ അവൻ സംഹാര ദൂതനിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അന്ന് രാത്രി അവൻ ഫറവോന്റെ ആദ്യജാതൻ അടക്കം ആ ദേശത്തുള്ള സകലരെയും ദൈവം അവൻ സ്തോത്രം സൈന്യങ്ങളുടെ ദൈവം സംഹരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അന്ന് രാത്രി അവൻ സ്തോത്രം ഫറവോൻ തീരുമാനമെടുക്കുക, ദൈവജനത്തെ അവൻ സ്തോത്രം റിലീസ് ചെയ്യാൻ. കർത്താവിന് സ്തോത്രം. അന്ന് അവൻ അങ്ങനെ അവൻ സ്തോത്രം അവന് പുറപ്പെടുക. കർത്താവിന് സ്തോത്രം. ഫാറോ അങ്ങനെ ദൈവമക്കളെ അല്ലെങ്കിൽ ദൈവജനത്തെ അവൻ അവന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തുവിടുകയും കർത്താവിന് സ്തോത്രം പുറത്തു വരുന്ന ദൈവജനം അവൻ വാഗ്ദത്ത ദേശത്തേക്കാണ് പുറത്ത് പോകുന്നത്. കർത്താവിന് സ്തോത്രം. ഏകദേശം 6 ലക്ഷം ആള് അവൻ പുരുഷന്മാർ തന്നെ, 6 ലക്ഷം പുരുഷന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഒരു വലിയ ജനക്കൂട്ടം പുറപ്പെട്ടു പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം. അവരോട് ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണെന്ന് അറിയാമോ? പാലും തേനും ഒഴുകുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുക, നിങ്ങൾ അങ്ങോട്ടേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹത്തിലേക്കാണ്. നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും ഇതിന്റെ അകത്ത് അനുഗ്രഹിക്കപ്പെടാത്ത ആരുമില്ല. ആമേൻ സ്തോത്രം. ഇന്നലെ വന്ന നീയും അനുഗ്രഹിക്കപ്പെടും. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പൈതലെ, ഇന്ന് നീ ആദ്യമായിട്ടാണ് ഇതിന്റെ അകത്ത് വന്നതെങ്കിൽ നിന്നെ ദൈവം വിളിച്ചത് അനുഗ്രഹിക്കാൻ തന്നെയാണ്. കർത്താവിന്റെ സ്തോത്രം. അല്ല എന്ന് എത്ര പേര് പറഞ്ഞാലും ഈ വചനത്തെ സാക്ഷിയാക്കി ഞാൻ പറയും, ദൈവം വിളിച്ചത് നിന്നെ അനുഗ്രഹിക്കാനാണ്. പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് ആമേൻ സ്തോത്രം എന്റെ ദൈവം അവൻ 6 ലക്ഷം പുരുഷന്മാരെയും അവരുടെ ഭാര്യമാരെയും കുഞ്ഞുമക്കളെയും നയിച്ചുകൊണ്ട് പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ 17ാമത്തെ വാക്യം പറയുന്നു, Hallelujah, God did not lead them by the way of the land of Philistines. ഈ വാഗ്ദത്ത ദേശത്തിനും
ആമേൻ ഹല്ലേലൂയ ഫറവോൻ ഈജിപ്റ്റ് ദേശത്തിനും തമ്മിൽ ആമേൻ ഒരു 11 ദിവസത്തെ വഴിദൂരമേ ഉള്ളൂ. ചിലര് 7 ദിവസം എന്ന് പറയും, ചിലര് ആമേൻ സ്തോത്രം 2 ആഴ്ച എന്ന് പറയും. ആമേൻ എന്തായിരുന്നാലും തിയോളജിയൻസ് പറയുന്നത് 11 ദിവസത്തെ ദൂരമാണ്. കർത്താവിന് സ്തോത്രം. ഈ 11 ദിവസത്തെ ദൂരമുള്ള ആമേൻ നമ്മുടെ കയ്യിലുള്ള GPS ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ ആമേൻ ഷോർട്ടസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞ് കിട്ടത്തില്ലേ, അതുപോലെ കിട്ടുന്ന റൂട്ട് 11 ദിവസമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഈ 11 ദിവസത്തെ യാത്ര ദൈവത്തിന്റെ വചനം പറയുക, ദൈവം അതുവഴി വിടാതെ ആമേൻ മരുഭൂമിയിലൂടെ ചുറ്റി തിരിയുമാറാക്കി. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ച 17 വായിച്ച്. ആമേൻ സ്തോത്രം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും, അടുത്തത് ആമേൻ ഷോർട്ടസ്റ്റ് റൂട്ട് ഈസ് ഏതാണ്? ആമേൻ ഫിലിസ്റ്റ്യൻസിന്റെ ആമേൻ ആ ദേശത്തു കൂടി പോകുന്നതാ ഏറ്റവും ഷോർട്ടായിരിക്കുന്ന വഴി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുതപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. കർത്താവിന് സ്തോത്രം. 18 വാക്യം പറയുന്നു, ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. കർത്താവിന് സ്തോത്രം. എന്താ കാര്യമെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദേശം വളരെ അടുത്തതാ. വാഗ്ദത്ത ദേശം 11 ദിവസത്തെ വഴിദൂരമേ ഉള്ളൂ. ഈവൻ ദോ ഇറ്റ് ഈസ് നിയർ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, പീപ്പിൾ മൈറ്റ് ചേഞ്ച്. ഗോഡ് സെഡ് പീപ്പിൾ മൈറ്റ് ചേഞ്ച് their മൈൻഡ്. കർത്താവിന്റെ സ്തോത്രം. ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, അവൻ മനുഷ്യർ അവൻ ദൈവജനം, അവൻ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയ ദൈവജനം അവരുടെ ഹൃദയത്തിന്റെ താല്പര്യം മാറ്റിക്കളയുമെന്ന് പറഞ്ഞ് സ്തോത്രം ദൈവം അതിനെ വിട്ടില്ല. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ദൈവം നമ്മെ സ്തോത്രം ഹല്ലേലൂയ വിളിച്ച് ഇറക്കിയത് അനുഗ്രഹിപ്പാനാ. ഒരു ആമേൻ പറഞ്ഞേ. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് നമ്മൾ വിളിച്ചു നിർത്തിയത്. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ഈ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് 11 ദിവസത്തെ വഴിദൂരമേ ഉള്ളൂ. എങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, ദൈവം അതിനെ വിട്ടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവരുടെ ഹൃദയത്തെ ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. Hallelujah. God said that, hallelujah, they might change their mind. കർത്താവിന്റെ സ്തോത്രം. അവരുടെ മനസ്സ് മാറ്റി സ്തോത്രം ശത്രു രാജ്യത്തെ കാണുമ്പോൾ, ഫിലിസ്ത്യ ദേശത്തെ കാണുമ്പോൾ, അവരുടെ സൈന്യത്തെ കാണുമ്പോൾ ശക്തിയുള്ള ഭുജത്തെ അവര് മറന്നുപോയി. സ്തോത്രം. ദേശത്തിന്റെ ഭീകരതയെ കണ്ട് ഭയപ്പെട്ടു പോയേക്കുമെന്ന് ദൈവം പറഞ്ഞ് അവരെ അതിനെ വിട്ടില്ല. കർത്താവിന്റെ സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് സ്തോത്രം നന്മകൾ എത്തിപ്പിടിക്കുവാൻ നമ്മുടെ കൈയുടെ അറ്റത്ത്, കൈയുടെ അടുത്തത് വന്നിട്ട് വഴുതി പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കർത്താവിന്റെ സ്തോത്രം. നമുക്ക് പല ചോദ്യങ്ങളാ. God seems to be far away. Hallelujah. കർത്താവിന്റെ സ്തോത്രം. ദൈവം ഒത്തിരി ദൂരെയാ. Where is my God? ദൈവം എവിടെയാ? കർത്താവിന്റെ സ്തോത്രം. Hallelujah. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിന്റെ കണ്ണുനീരിനെ കാണുന്ന ദൈവമാണ്. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവമാണ്. സ്തോത്രം. നിന്റെ വിലാപത്തെ സ്തോത്രം ഹല്ലേലൂയ കേൾക്കുന്ന സ്തോത്രം നിന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവമാ. നിന്റെ ദൈവം വിശ്വസ്തനാ. കർത്താവിന്റെ സ്തോത്രം. വലിയ അത്ഭുതങ്ങളെ ചെയ്ത സ്തോത്രം ഇസ്രായേൽ ഈജിപ്തിന്റെ ആദ്യജാതന്മാരെ ഒക്കെ സ്തോത്രം നശിപ്പിച്ച് കളഞ്ഞ നിന്നെ വീണ്ടെടുത്തത് നിന്നെ മരുഭൂമിയിൽ നശിപ്പിക്കാനല്ല. എന്നാൽ ചോദ്യം ഇതാ, എന്തുകൊണ്ട് കർത്താവേ നീ ഞങ്ങളെ ഷോർട്ടസ്റ്റ് വേഗത്തിൽ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയി? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്. വായിച്ചാട്ടെ. The book of Jeremiah chapter 29 verse number 11. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 29-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ തിരുവചനം പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന്
ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, നമ്മുടെ ചോദ്യം എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. വൈ ഗോഡ്, വൈ മീ? ഹല്ലേലൂയ. ഞാൻ നിന്റെ ദാസനല്ലേ? അവൻ ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനല്ലേ? അവൻ ഞാനെന്തിന് ആമേൻ സ്തോത്രം ഈ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ പോകണം? കർത്താവിന് സ്തോത്രം. എന്റെ കൂടെയുള്ള പലരും അവൻ വിടിവിക്കപ്പെടുമ്പോഴും ആമേൻ സ്തോത്രം ഞാൻ അവൻ എന്തിനീ മരുഭൂമിയിലൂടെ പോകണം? കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അവൻ എനിക്കറിയാം ഇത് പലരുടെയും ചോദ്യമാണ്, നമ്മിൽ പലരുടെയും ചോദ്യമാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക ആമേൻ സ്തോത്രം, എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ചേർന്നൊരു ആമേൻ പറഞ്ഞ കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക ആമേൻ സ്തോത്രം, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ നിന്നെ മരുഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതോ നിന്നെ നശിപ്പിക്കാനല്ല, പിന്നെയോ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുന്നു നിനക്കൊരു ശുഭഭാവി വരാനാ. ഹല്ലേലൂയ. അല്ല കർത്താവേ, എനിക്ക് ഇന്നലെ ഒരു ജോലിയുടെ ഓഫർ ലെറ്റർ കിട്ടിയതാ, പക്ഷെ ഇതുവരെയും അത് അങ്ങ് ശരിയായിട്ടില്ല. ആമേൻ സ്തോത്രം. ഇപ്പോഴുള്ള കമ്പനിക്കാരൻ എന്നെ പറഞ്ഞു വിടുന്നില്ല. എന്താ ഇതിന്റെ ഒക്കെ പിന്നിൽ? ആമേൻ ഞാനങ്ങ് കറങ്ങുകയാ. പ്രിയമുള്ളവരെ, ഞാനങ്ങ് കറങ്ങുകയല്ല. God is in perfect control. ഫിലിസ്ത്യനെ ആമേൻ സ്തോത്രം നീ ഭയപ്പെട്ടു പോകുമെന്ന് അറിയാവുന്ന ഒരു ദൈവം, നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ നന്നായി അറിയാവുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിലും ഇന്ന് പകൽക്കാലവും നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നീ നശിച്ചു പോകാതിരിക്കാൻ, നിന്റെ മനസ്സു മാറി നീ തകർന്നു പോകാതിരിക്കാൻ കർത്താവിന് സ്തോത്രം. അവൻ മിസ്രയീമിൽ നിന്ന് നിന്നെ വിളിച്ചിറക്കിയത് നിന്റെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല ദൈവ പൈതലെ. ആമേൻ സ്തോത്രം. ഫിലിസ്ത്യ ദേശത്ത് ആമേൻ സ്തോത്രം നിന്നെ ഭയപ്പെടുത്തി കളഞ്ഞ ആമേൻ സ്തോത്രം നിന്റെ ഭയം കൊണ്ടാണേലും ആമേൻ നീ നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത ഒരു നല്ല ദൈവം നമുക്കുള്ളത് കൊണ്ട് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക ആമേൻ സ്തോത്രം നിനക്കൊരു ശുഭഭാവി തരുവാൻ. കർത്താവിന് സ്തോത്രം. അവൻ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടാണോ കർത്താവെ ശുഭഭാവി തരുന്നത്? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ അതിന്റെ താഴ്ത്തോട്ടുള്ള വാക്യം വായിക്കുമ്പോ അവൻ സ്തോത്രം നമുക്ക് പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് തിരികെ വരാം. ദൈവത്തിന്റെ വചനം പറയുകയാണ്. അവൻ അതിന്റെ 21-ാമത്തെ വാക്യം പറയുന്നു. ആമേൻ സ്തോത്രം. ആമേൻ 20 മുതലുള്ള വാക്യങ്ങൾ. അവർ സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു, മരുഭൂമിക്കരികെ ഏതാമിൽ പാളയമുറങ്ങി. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. 22-ാമത്തെ തിരുവചനം പറയുന്നു, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. പ്രിയമുള്ളവരെ, നിന്നെ വിളിച്ചിറക്കിയ ദൈവം ആമേൻ സ്തോത്രം നിന്നെ മരുഭൂമിയിൽ കൈവിട്ടിട്ട് പോകത്തില്ല. കർത്താവിന് സ്തോത്രം. നിന്റെ പിതാവ് ആമേൻ സ്തോത്രം വിശ്വസ്തന, അവൻ അന്ത്യത്തോളം നടത്തുവാൻ മതിയായ ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ഈ മരുഭൂമി യാത്രയിൽ ദൈവത്തിന്റെ വചനം പറയുക, രാത്രിയും പകലും അവരോട് ഒപ്പം തന്നെ അവരുടെ ദൈവവും ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. അവൻ സ്വർഗത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ കംഫർട്ട് സോണിൽ സന്തോഷിച്ചിട്ട് തന്റെ മക്കളെ മരുഭൂമിയിൽ വിടുകയായിരുന്നില്ല. പിന്നെയോ ദൈവത്തിന്റെ വചനം പറയുന്നു, മരുഭൂമിയുടെ യാത്രയിലും ആമേൻ സ്തോത്രം അവൻ സ്വർഗത്തിലല്ല, പിന്നെയോ ആമേൻ സ്തോത്രം അവൻ ദൈവമക്കളോടൊപ്പം മരുഭൂമി യാത്രയിലാണ്. കർത്താവിന് സ്തോത്രം. എന്തിനാണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം നിനക്കൊരു ശുഭഭാവി തരുവാൻ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവവചനം പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഒരു കാര്യം നന്നായിട്ട് അറിയണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ദൈവം നിന്നെ വിളിച്ച ദൈവം ആരെന്ന് നീ നന്നായിട്ട് അറിയണം. നിന്നെ വിളിച്ച ദൈവത്തെ കുറിച്ച് നിനക്കൊരു ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, 11 ദിവസത്തെ വഴിയാത്ര ദൈവജനം 40 വർഷമെടുത്തു. കാരണം എന്താണെന്നറിയാമോ? കാരണം ഒന്നേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ മനസ്സ് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. കർത്താവിന് സ്തോത്രം. അവരുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ അവരുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ, ദൈവത്തിലുള്ള ആശ്രയം എന്തെന്ന്
അവൻ ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ മരുഭൂമിയുടെ യാത്രയിൽ ഉടനീളം അവരത് തെളിയിച്ചതാണ്. അവിശ്വസ്തയോടെ ദൈവത്തെ നോക്കി അവൻ സ്തോത്രം, ദൈവദാസന്മാരെ നോക്കി പിറുപിറുത്തുകൊണ്ടിരുന്ന ജനം. കർത്താവിന് സ്തോത്രം. നമുക്ക് പലപ്പോഴും ഒരു ചിന്തയുണ്ട്, എന്താ കാര്യം എന്നറിയാമോ? അവൻ സ്തോത്രം, ഹല്ലേലൂയ, നമ്മളങ്ങ് പെർഫെക്റ്റ് ആണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ അകത്ത് എന്താണെന്ന് അറിയാവുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഏത് എക്സ്റ്റെന്റിൽ കൊണ്ടുപോയാൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിനക്കതിനെ അതിജീവിക്കുവാൻ പറ്റും. അല്ലെങ്കിൽ നിന്റെ ടോളറൻസ് ലെവൽ എന്താണെന്ന് നമ്മുടെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, മരുഭൂമിയിൽ എത്രയോ തവണ ഈ മോശയ്ക്കെതിരെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, മോശയോട് സംസാരിച്ച ദൈവത്തിനെതിരെ അവര് പിറുപിറുത്തു. കർത്താവിന് സ്തോത്രം. ഞാൻ പറയട്ടെ, അവർ ഈ മരുഭൂമി യാത്ര ഉണ്ടായിരുന്നില്ലേ? ആമേൻ സ്തോത്രം, 11 ദിവസത്തിനകത്ത് 11 ദിവസത്തെ ഈ യാത്ര അവർക്ക് അനുവദിച്ചിരുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം, അവര് ദിവസങ്ങൾ കൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യ നിമിത്തം ഹല്ലേലൂയ അവർ നഷ്ടപ്പെട്ടു പോകുവാനിടയായേ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ഈ 14-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പറയുക, ഫറവോൻ ഈ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കും. ഞാൻ യഹോവ ആകുന്നു എന്ന് മിസ്രയീമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ശുഭഭാവിയുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. രണ്ടാമത്, ആമേൻ സ്തോത്രം, എന്തിന് ദൈവം എന്നെ മരുഭൂമിയിലേക്ക് അയച്ചു? ദൈവത്തിന്റെ വചനം പറയുക, ദൈവം ഫറവോന്റെ ഹൃദയത്തെ പിന്നെയും കഠിനമാക്കും. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് എന്ന് പറഞ്ഞാൽ, ദൈവജനത്തെ പീഡിപ്പിക്കുന്നവനെ അങ്ങനെ ഇട്ടേച്ചു പോയാൽ അവർക്ക് ഒരു കാലം സ്വസ്ഥത ഉണ്ടാകത്തില്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുക, ഈ ഫറവോനും അവന്റെ സൈന്യവും സ്തോത്രം വീണ്ടും ദൈവജനത്തെ പിന്തുടരുകയാണ്. താഴത്തോട്ട് വായിക്കുമ്പോൾ കാണാം, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 8-9 വാക്യങ്ങൾ പറയുന്നു, യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. 9-ാമത്തെ വാക്യം, ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രയീമ്യർ അവരെ പിന്തുടർന്നു. കടൽക്കരയിൽ ബാൽ സെഫോന സമീപത്തുള്ള പിഹഹിരോത്ത് അരികെ അവർ പാളയമിറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ജനം പുറപ്പെട്ട് സ്തോത്രം വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? 10-ാമത്തെ വാക്യം പറയുക, ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാതിരുന്നിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? കർത്താവിന് സ്തോത്രം. 12-ാമത്തെ വാക്യം പറയുന്നു, മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ദൈവം എത്രയോ നല്ലവനാണ്. ദൈവത്തിന്റെ ഹൃദയം, സ്തോത്രം, ദൈവജനത്തിന്റെ ഹൃദയം നന്നായിട്ട് അറിയുന്ന ഒരു ദൈവം. ഇവരിത് പറയുമെന്നും സ്തോത്രം അവര് മടങ്ങി പോകുമെന്നും അവര് പുറപ്പെടുന്നതിന് മുമ്പേ അറിഞ്ഞ ഒരു ദൈവം. കർത്താവിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ നോക്കിക്കേ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഫറവോനും അവന്റെ സൈന്യവും അവരുടെ പിന്നാലെ പുറപ്പെടുമ്പോൾ അവർ ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ചെങ്കടലിന് മുന്നിലാണ്. കർത്താവിന്റെ സ്തോത്രം. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഒരു ചെങ്കടലിന്റെ മുന്നിലാണ്. അയ്യോ, വാഗ്ദത്ത ദേശം അന്വേഷിച്ചിറങ്ങി ദൈവത്തിന്റെ വചനം കേട്ട്
പുറപ്പെട്ടു. കർത്താവ് പറഞ്ഞതുപോലെ നടന്നു. ദൈവദാസനും ഉപദേശിച്ചു. ഉപവാസ പ്രാർത്ഥനകൾ നടത്തി. ദീർഘദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ നടത്തി. ചെന്നെത്തിയത് ചെങ്കടലിന്റെ മുന്നിൽ. കർത്താവിന് സ്തോത്രം. തിരിഞ്ഞു നോക്കിയാലോ ആമേൻ സ്തോത്രം, ഇസ്രായേലിന്റെ സൈന്യവും. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അവൻ മുന്നും പിന്നും അടഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ? ഈ വഴി അടഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ? അവൻ സ്തോത്രം, മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ലാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലുള്ള അവസ്ഥയിലാണെങ്കിൽ അവൻ സ്തോത്രം, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുന്നിൽ അവൻ വഴിയടഞ്ഞ് അവൻ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പിന്നിൽ അവൻ ഫറവോന്റെ സൈന്യവുമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഫറവോനെ പിന്തുടരാക്കിയത്, അവന്റെ ഹൃദയത്തെ കഠിനമാക്കിയത് ദൈവം തന്നെയാണ്. സ്തോത്രം, 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 സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. നമുക്കിത് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മളങ്ങ് പെറുപെറുക്കും. നമ്മൾ പറയും, അവൻ സ്തോത്രം, അവൻ വിളിയൊക്കെ കേട്ട് എല്ലാ നിന്നെയും അനുഭവിച്ച പുറത്തിറങ്ങി എന്നിട്ടും എന്നിട്ടും ഇത് തന്നെ അനുഭവം. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, താഴത്തോട്ട് വായിക്കുമ്പോൾ അവൻ സ്തോത്രം, ഹല്ലേലൂയ, മോശ പറയുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കണം. 14-ാം വാക്യം, 15-ാമത്തെ വാക്യം പറയുക, അവൻ സ്തോത്രം, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 17-ാം വാക്യം പറയുന്നു, എന്നാൽ ഞാൻ ഇസ്രായേലിന്റെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവ ആകുന്നു എന്ന് മിസ്രൈമർ അറിയും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാത്ത വണ്ണം അത് അവരുടെ മധ്യ വന്നു. അവൻ മേഘസ്തംഭവും അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ 19-ാമത്തെ വാക്യം പറയുന്നു, അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. കർത്താവിന് സ്തോത്രം. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നും മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാത്ത വണ്ണം അത് അവയുടെ മധ്യ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയും പ്രകാശവുമാക്കി കൊടുത്തു. മോശ കടലിന്മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലവാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ പിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രൈമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് പോയി. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, പിന്തുടർന്ന ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയ ഒരു ദൈവം. ഹല്ലേലൂയ. അവൻ ദൈവജനങ്ങൾക്ക് മനസ്സിലാകാതിരുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഞാൻ ഇതിനെല്ലാം അവൻ സ്തോത്രം ഇതിന്റെ അകത്ത് ചെന്നുപെട്ടു. ദൈവത്തിന്റെ വചനം പറയുകയാ, അവൻ മോശയോട് പറയുക, നീ നിന്റെ കൈ ഉയർത്ത. മോശെ, നീ നിന്റെ കൈ ഉയർത്ത. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നീ കരയുന്നത് എന്തിനാ? കരച്ചിൽ നിർത്തി നടക്കാൻ പറയും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, മോശ കൈ ഉയർത്തിയപ്പോൾ അവൻ, ഹല്ലേലൂയ, യഹോവ ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് ശക്തിയോടെ അടുപ്പിച്ച് അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ വലിയ കടലിനെ രണ്ടായിട്ട് വിഭജിച്ച് അതിന്റെ നടുവിൽ ഒരു ഡ്രൈ ലാൻഡ്, ഒരു ഉണങ്ങിയ നിലം അവൻ ഉണ്ടാക്കി തീർക്കുകയാണ്. പ്രിയമുള്ളവരെ, നിന്റെ സാഹചര്യത്തിന്റെ മേൽ അവൻ കൺട്രോൾ ഇല്ലാത്തവനല്ല എന്റെ ദൈവം. നിന്റെയും നിന്നെ പിന്തുടരുന്ന നിന്റെ ശത്രുവിന്റെ അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ ഹൃദയത്തിന്റെ മേൽ പോലും കടിഞ്ഞാനുള്ളവനാ എന്റെ ദൈവം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഫറവോനും അവന്റെ സൈന്യവും അവൻ സ്തോത്രം ഏത് വരണ്ട നിലത്തുകൂടെ നീ അക്കരെ കടന്നു
അതേ നിലത്ത് ആമേൻ സ്തോത്രം ദൈവജനത്തെ പിന്തുടർന്ന ഫറവോനും അവന്റെ രഥവും അവന്റെ സൈന്യവും ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം സകല സന്നാഹവും അവന്റെ സൈന്യം മുഴുവൻ അതേ വെള്ളത്തിനകത്ത് അവർ നശിച്ചു പോകുവാനിട്ടിടയാവുകയാണ്. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, എന്തിനാ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയത്? കർത്താവിന്റെ സ്തോത്രം നിനക്കൊരു സ്വസ്ഥത തരാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി നീ ഇത് തിരിച്ചറിയുമോ? ഇത് പൽക്കാലം നീ ഇത് മനസ്സിലാക്കുമോ? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ദൈവം പലതും ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം നിനക്കൊരു സമാധാനമുള്ള ഹല്ലേലൂയ നിന്റെ സ്വസ്ഥതയിലേക്ക് നടത്തുവാൻ ദൈവം പലതും ചെയ്തു വെക്കുമ്പോൾ ആമേൻ സ്തോത്രം നമുക്കത് മനസ്സിലാകത്തില്ല. ഞാൻ എന്റെ ജീവിതത്തിനകത്തേക്ക് ഞാൻ ചിന്തിച്ച പല സാഹചര്യങ്ങളിലും ആമേൻ പലപ്പോഴും കണ്ണുനീരിന്റെ വലിയ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പല സാഹചര്യങ്ങളും എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അന്നെല്ലാം ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ കണ്ണുനീരിലൂടെ കടന്നു പോയെങ്കിലും, വലിയ കണ്ണുനീര് കുടിച്ചു ദൈവം എവിടെയെന്ന് ചോദിച്ചെങ്കിലും അവിടെയൊന്നും എന്റെ ദൈവം മാറിയിരുന്നില്ല. അതിന്റെ എല്ലാം മധ്യത്തിൽ ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആമേൻ സ്തോത്രം എനിക്ക് ഒരു കാര്യം വളരെ ഹൃദയത്തിന്റെ ആഴമെന്ന് പറയുവാൻ സാധിക്കും. ഈ ദൈവം വിശ്വസ്തനും നല്ലവനും വാക്കുമാറാത്തവനും അന്ത്യത്തോളം നടത്തുവാൻ മതിയായവനുമാണ്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്നെ പാതി വഴിക്ക് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ യഹോവ അവൻ സ്തോത്രം അവരെ ഉപേക്ഷിച്ചില്ല. യഹോവ അവൻ സ്തോത്രം. ഹല്ലേലൂയ അവരുടെ മുന്നേ നടന്നിരുന്നവൻ അവൻ ശത്രു വന്നപ്പോ അവരുടെ പിന്നിലേക്ക് മാറുകയാ. എന്തിനാണെന്ന് അറിയാമോ? അവൻ സ്തോത്രം ഈ ശത്രു ഒരു കാരണവശാലും അവൻ സ്തോത്രം എന്റെ മക്കളെ തുടരുന്ന ഇന്ന് പകൽക്കാലം ഈ ദൈവത്തെ കണ്ട് ഈ ദൈവത്തെ കേട്ട് നീ ഇന്ന് പകൽക്കാലം ഇറങ്ങിയവളാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിനക്ക് അവൻ സ്തോത്രം വാക്ക് തരാം. ഈ ദൈവം നിന്നെ ഒരു നാളും കൈവിടത്തില്ല. കൈവിടപ്പെട്ടു എന്ന് നീ 100 തവണ ചിന്തിച്ചാലും, എന്റെ ശത്രു എന്നെ വിടാതെ പിന്തുടരുകയാണെന്ന് എനിക്ക് തോന്നിയാലും അവൻ സ്തോത്രം ഹല്ലേലൂയ ഒരു കാര്യം എനിക്കറിയാം. എന്തിനാണെന്ന് അറിയാമോ? അവൻ സ്തോത്രം എന്റെ മുന്നും പിന്നും കാക്കുന്നൊരു ദൈവമുണ്ട്. അവൻ ഇതുവരെ എന്റെ മുന്നിൽ നടന്ന ദൈവം അവൻ എന്റെ പിന്നിലേക്ക് മാറി എന്റെ ശത്രുവിനെ എന്നെ തൊടാതെ വണ്ണം എന്നെ കാവൽ ചെയ്യുന്നൊരു ദൈവം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ സൂക്ഷിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ എല്ലാ കാലത്തും നമ്മെ സൂക്ഷിക്കും. അവർ ഒരു നാളും നമ്മെ കൈവിടത്തില്ല. കർത്താവിന് സ്തോത്രം. ദൈവം നമ്മെ സൂക്ഷിക്കുവാൻ മതിയായ ദൈവമാണ്. അവൻ ദൈവം നമ്മെ കരുതുവാൻ മതിയായ ദൈവമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ 21-ാമത്തെയും 22-ാമത്തെയും വാക്യം അവൻ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നു രാവും പകലും അവരുടെ കൂടെ അവരുടെ ദൈവം ഉണ്ടായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. എന്തിനാ ഫറവോനെ കഠിനമാക്കിയത്? അവൻ സ്തോത്രം. ഹല്ലേലൂയ നിന്റെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ സ്തോത്രം നിന്റെ പാരമ്പര്യത്തിന്റെ ആകട്ടെ, അവൻ ആഭിചാരത്തിന്റെ ആകട്ടെ, മന്ത്രവാദത്തിന്റെ ആകട്ടെ, സകല കുരുക്കുകളിൽ നിന്നും നിന്നെ വിടിവിപ്പാൻ അവൻ സ്തോത്രം എന്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാ ചിലതിന്റെയൊക്കെ അകത്തുകൂടെ നീ പോകുന്നത്. കർത്താവിന് സ്തോത്രം. ഏതു വെള്ളത്തിലൂടെ നീ കടന്നുപോയാലും അവൻ സ്തോത്രം ഇന്ന് രാത്രി ഇന്ന് പകൽ നീ ഉറച്ചു വിശ്വസിക്കണം, നിന്റെ ദൈവം ഒരു നാളും നിന്നെ അനാഥനായിട്ട് വിടുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട് വിടുകയില്ല. Lo, I am with you always even to the end of the ages. ഞാൻ യുഗാന്ത്യം വരെ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം നിനക്കൊരു സ്വസ്ഥത തരുവാൻ, നിന്നെ മാനിക്കുവാൻ അവൻ സ്തോത്രം. ഒന്നാമത് പറഞ്ഞു ദൈവത്തിന് നല്ലൊരു പദ്ധതിയുണ്ട്. അവൻ ശുഭഭാവി തരുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ സ്തോത്രം ദൈവജനമേ എന്തുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ സ്തോത്രം അതിനുള്ള മറുപടി ഇതാ. അവൻ സ്തോത്രം നിനക്കൊരു സ്വസ്ഥത തരുവാൻ, നിന്നെ വിടുവിക്കുവാൻ, അവൻ നീ ആഗ്രഹിക്കുന്ന സമാധാനം, അവൻ സ്തോത്രം നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അവൻ സ്തോത്രം ഒരു സന്തോഷം, പാലും തേനും ഒഴുകുന്ന അവൻ സ്തോത്രം ഹല്ലേലൂയ സമാധാന ഭൂമിയിലേക്ക് നിന്നെ എത്തിക്കുവാൻ അവൻ സ്തോത്രം ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളതുകൊണ്ട്
കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-5 വാക്യം പറയുന്നു. ആമേൻ. സ്തോത്രം. God will prepare a table in the very presence of his, ആമേൻ. സ്തോത്രം, our enemy. കർത്താവിന് സ്തോത്രം. നമ്മുടെ ശത്രുക്കളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, in the presence of our very enemy. കർത്താവിന് സ്തോത്രം. അവൻ മേശയൊരുക്കുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇതിനെ കുറിച്ചൊരു ബോധ്യമുണ്ട്? കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, അറിയേണ്ട ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, ദൈവം നിന്നെ സൂക്ഷിക്കുവാൻ മതിയായവനാ. വിളിച്ചിറക്കിയവൻ വിശ്വസ്തന. അവൻ നിന്നെ കരുതുന്ന ദൈവമാ. അവൻ നിന്നെ കൈവിടുകയില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് നിന്നെ മാനിപ്പാനുണ്ട്. അവൻ അല്ല എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടായാലും എനിക്കത് വിഷയമല്ല. എന്റെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ശത്രുക്കളുടെ മധ്യത്തിൽ മേശ ഒരുക്കുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, അവരുടെ മധ്യത്തിൽ കൊണ്ടുപോയി എന്നെ മാനിക്കല്ലേ. അവൻ സ്തോത്ര സാഹചര്യം ഒരുക്കി. അവൻ സ്തോത്ര ദൈവം മാനിക്കുന്ന സാഹചര്യം വന്നപ്പോ, അവൻ സ്തോത്രം, പണ്ട് എന്നെ ഒറ്റപ്പെടുത്തിയവരുടെ അവൻ ഇടയിലേക്കാ കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവത്തെ ഓർത്ത്, അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ മാത്രം എന്നെ കൊണ്ടുപോകരുത്. കർത്താവിന് സ്തോത്രം. വേറെ എവിടെ വേണേലും കൊണ്ടുപോയി എന്നെ മാനിച്ചോ? ഇല്ല, ദൈവം അവിടെ തന്നെ കൊണ്ടുപോകും. ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നീ തകർന്ന സ്ഥലത്ത്, നീ തകർന്ന പരാജയപ്പെട്ട അതേ മണ്ഡലത്തിൽ ദൈവം നിന്നെ ജയിപ്പിച്ച് എഴുന്നേൽപ്പിക്കും. അത് നിന്റെ ദൈവത്തിന്റെ പ്രത്യേകതയാ. അത് നിന്റെ ദൈവത്തിന്റെ ക്യാരക്ടറാ. ഇന്ന് പകൽക്കാലം നീ അറിയേണ്ടത് നിന്റെ പ്രശ്നത്തെ കുറിച്ചല്ല. ഇന്ന് പകൽക്കാലം നീ അറിയേണ്ടത് നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തെ കുറിച്ചാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ മതിയായ ദൈവമാണ്. അവൻ മാനിക്കുന്ന ദൈവമാണ്. അവൻ ശത്രുക്കളുടെ മധ്യത്തിൽ മേശയിടുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം. ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, അവൻ പ്രശ്നം എന്താണെന്നറിയാമോ? മേശ ദൈവം ഇടും. അവൻ സ്തോത്രം മേശ ഇട്ടേച്ച് നോക്കിയിരിക്കുമ്പോ അവൻ സ്തോത്രം മേശ ആർക്ക് വേണ്ടി ഒരുക്കിയോ അവരെ കാണത്തില്ല. അന്നേരം അവര് മുറുമുറുപ്പും അവൻ സ്തോത്രം മർബറിങ്ങുമായിട്ട് പിന്തിരിഞ്ഞു പോയിട്ടുണ്ടാവും. അവൻ ബാങ്കറ്റ് ഹോള് റെഡിയാ. അപ്പോഴത്തേക്കും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക. കർത്താവിന് സ്തോത്രം. പ്രിയ മക്കളെ, ദൈവ മക്കളെ, കർത്താവിന് സ്തോത്രം. നമ്മൾ ദൈവ മക്കളാ. നമ്മളെ സ്വസ്ഥതയിലേക്ക് നടത്തുവാൻ വിളിച്ചവനാണ് നമ്മുടെ ദൈവം. അവൻ നമ്മെ മാനിക്കുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അവൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ കഷ്ടതയിലെല്ലാം നിന്നെ മാനിച്ച ഒരു ദൈവമില്ലേ? കർത്താവിന് സ്തോത്രം. അവൻ സ്തോത്രം. ഈ കഷ്ടതയിൽ കൈവിട്ട ആരാ? അവൻ സ്തോത്രം നമ്മുടെ കൂട്ടത്തിലുള്ളേ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിന്റെ സാക്ഷികളല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ നടത്തിയ ഒരു ദൈവത്തെ ഇത്ര വേഗത്തിൽ അവൻ സ്തോത്രം നമുക്ക് മറക്കുവാൻ സാധിക്കുമോ? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നിന്നെ നടത്തിയ ദൈവം, നിന്നെ കഴിഞ്ഞ നാളുകളിൽ കരം പിടിച്ച് അവൻ സ്തോത്രം, ആ ചതുപ്പിൽ നിന്ന് വലിച്ചു കയറ്റിയ ദൈവം ഇന്നും അവൻ നടത്തുവാൻ വിശ്വസ്തന. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കർത്താവിന് സ്തോത്രം. അവൻ ശത്രുക്കളുടെ മധ്യത്തിൽ മേശയിടുന്ന ഒരു പദ്ധതി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുക, അവൻ ഹല്ലേലൂയ, അവരത് മനസ്സിലാക്കിയില്ല. അവർ മോശയ്ക്കെതിരെ പിറുപിറുത്തു. അവൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനം ദൈവത്തിനെതിരെ പിറുപിറുത്തു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വലിയ മിടുക്കനായിരിക്കുന്ന വാരിയേഴ്സ് ആകാരൊന്നുമല്ല. ദൈവം നമ്മളോട് പറഞ്ഞത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. കർത്താവിന് സ്തോത്രം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന, നീ എനിക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരു സഹായമുണ്ട്. ദൈവം പറയുന്നത് എന്താണെന്നറിയുമോ? നീ എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുണ്ട്. നീ ദൈവത്തെ ഓർത്ത് നിന്റെ ആ വായു നടക്കൂ. കർത്താവിന് സ്തോത്രം. നീ മിണ്ടാതെ ഇരിക്കുവോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് അവൻ സ്തോത്രം നമ്മുടെ നന്മകളെ നമ്മൾ തന്നെ അങ്ങ് നശിപ്പിക്കുക. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ സ്തോത്രം നമ്മൾ അങ്ങ് പറഞ്ഞു പിടിക്കുക. എന്നെ തള്ളി, എന്നെ ഉപേക്ഷിച്ചു, എന്നെ കൈവിട്ടു. കർത്താവിന് സ്തോത്രം. നിന്നെ കൈവിടത്തില്ല. പ്രിയമുള്ളവരെ, ഇന്നലെയും മിനിഞ്ഞാന്നും അതിന്റെ അപ്പുറത്തും ഒക്കെ എന്റെ പ്രഷർ അങ്ങ് അടിച്ചു നിൽക്കുക. എനിക്കൊരു കാര്യം അറിയാം, ഇന്ന് രാവിലെ ഭയങ്കര പ്രഷറാണ്. കർത്താവിന് സ്തോത്രം. ആ പ്രഷറിൽ തന്നെ അങ്ങ് പ്രസംഗിക്കുക. കർത്താവിന് സ്തോത്രം. ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ ദൈവം വിശ്വസ്തനാ.
എന്റെ ദൈവം മതിയായവനാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നീ ആയിരിക്കുന്ന വിഷയം എന്തായിരുന്നാലും അതിന്റെ അപ്പുറത്തേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ പൗലോസും ശീലാസും ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ അകത്ത് വീഴുകയാ. ഈ പൗലോസ് ആരാന്നറിയാമോ? അവൻ 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 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ തിരുവചനം പറയുകയാണ്. അവൻ സ്തോത്രം വലിയ ശിക്ഷയൊക്കെ അടിയും ഇടിയും ഒക്കെ കൊണ്ട് അവൻ സ്തോത്രം ദൈവദാസന്മാരെ അവൻ സ്തോത്രം അവൻ തടവറയ്ക്കകത്ത് കിടക്കുക. തടവറയ്ക്കകത്ത് കിടക്കുമ്പോൾ അവരുടെ സ്ഥിതി അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവിധം ഒട്ടും അനുഗ്രഹമായിരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ വളരെ ശാരീരികമായിട്ട് ക്ഷീണിച്ച അവസ്ഥയിലാണെങ്കിൽ കർത്താവിന്റെ സ്തോത്രം അർദ്ധരാത്രി ആയപ്പോ പൗലോസും ശീലാസും അവൻ സ്തോത്രം എന്ത് ചെയ്തെന്നറിയാമോ? അവര് പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിപ്പാനിടയായി. കർത്താവിന്റെ സ്തോത്രം. നിന്റെ കഷ്ടതയിലും നിന്റെ പ്രയാസത്തിലും ഹല്ലേലൂയ നീ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയാൽ അവൻ സ്തോത്രം നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. കർത്താവിന്റെ സ്തോത്രം. അതിന്റെ അടുത്ത വാക്യം പറയുക. അവൻ 26-ാമത്തെ വാക്യം പറയുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുടുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുക. ഹല്ലേലൂയ. വലിയ പ്രതിസന്ധികൾ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നീ കടന്നു പോകുക. അവൻ ചിലരൊക്കെ പറയും ഞങ്ങൾ മരുഭൂമിയിലല്ല. അവൻ സ്തോത്രം മരുഭൂമിയേക്കാൾ കൂടിയ അളവാ. അവൻ മരുഭൂമിയേക്കാൾ കഷ്ടമായിരിക്കുന്ന സ്ഥലമാ തടവറ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, തടവറയിലായിരുന്നവൻ അവൻ ദൈവത്തെ നിന്ദിക്കാതെ, ദൈവത്തെ കുറ്റം പറയാതെ, ദൈവത്തെ പ്രാർത്ഥിക്കുകയും പാടുകയും സ്തുതിക്കുകയും ചെയ്തപ്പോ ദൈവത്തിന്റെ വചനം പറയുക, അതിന്റെ അകത്ത് പെട്ടെന്നൊരു അവൻ ഭൂകമ്പം ഉണ്ടായി. അവരെല്ലാം വിടുവിക്കപ്പെടുവാനിടയായി. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം എന്താണെന്നറിയാമോ? അതിനെ താഴത്തോട്ട് വായിക്കുമ്പോൾ എഴുതി വച്ചിരിക്കുക, അതിന്റെ അകത്തുണ്ടായിരുന്ന ജയിലർ പോലീസിന്റെ മുദീർ അവരോട് വന്നേച്ച് ചോദിക്കുക. അവൻ ആദ്യം അദ്ദേഹം തന്നെത്താനെ മരിക്കാനായിട്ട് ഒഴുകി. അടുത്തത് അദ്ദേഹം ചോദിച്ചു. അവൻ പൗലോസും ശീലാസും പറഞ്ഞു, അവിവേകം ഒന്നും കാണിക്കരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അവൻ സ്തോത്രം മുദീർ പറഞ്ഞു, അവൻ യജമാനന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു മുദീർ, പോലീസിന്റെ മുദീർ അവൻ ഒരു ക്രിമിനലിനോട് ചോദിക്കുക, സാറേ ഞങ്ങൾ രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണോ? ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവൻ സ്തോത്രം ഈ പുസ്തകത്തിൽ കാണും. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അവൻ സ്തോത്രം താഴത്തോട്ട് വരുമ്പോ അവൻ പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇത് പറയുന്നവൻ അവൻ സ്തോത്രം ഹല്ലേലൂയ മില്യൺസ് കൂടിയ ക്രൂസൈഡ് ഗ്രൗണ്ടിലല്ല പ്രസംഗിക്കുന്നത്, തടവറയ്ക്കകത്താ പ്രസംഗിക്കുന്നത്. നിന്റെ തടവറയ്ക്കകത്ത് നീ ദൈവത്തെ ഉയർത്തുവാൻ തുടങ്ങണം. കർത്താവിന്റെ സ്തോത്രം. നിന്റെ കഷ്ടതയുടെ അകത്ത് നീ ദൈവത്തെ അവൻ ഉയർത്തുവാൻ തുടങ്ങിയാൽ അവൻ സ്തോത്രം നീ ഒരു അത്ഭുതത്തെ കാണും. എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടുത്തെ ലോക്കൽ പോലീസ് മുദീർ, കർത്താവിന്റെ സ്തോത്രം, ഫിലിപ്പിയൻ ജയിലർ, കർത്താവിന്റെ സ്തോത്രം, അന്ന് അവൻ 36-ാമത്തെ വാക്യം പറയുന്നു, അവൻ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് 33-ാമത്തെ വാക്യം പറയുകയാണ്. 33 അവർ രാത്രിയിൽ ആ നാഴികൾ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാം താമസിയാതെ സ്നാനമേറ്റു. കർത്താവിന്റെ സ്തോത്രം. യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ അവൻ സ്തോത്രം അവിശ്വാസിയായിരുന്ന അവൻ ഒരു പോലീസ് മുദീർ അവൻ സ്തോത്രം തീരുമാനമെടുക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ സ്തോത്രം കഷ്ടതയുടെ മധ്യത്തിൽ, മരുഭൂമിയുടെ മധ്യത്തിൽ പിറുപിറുക്കാതെ മിണ്ടാതെ ഇരുന്ന് സ്തോത്രം ചെയ്ത ദൈവമക്കൾക്ക് വേണ്ടി അവൻ സ്തോത്രം ദൈവം ഇറങ്ങി വന്നപ്പോൾ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ കെട്ടഴിഞ്ഞ് അവരും അവിടെ കൂടിയിരുന്ന സകല ജനത്തിന്റെയും കെട്ടുകളെ അഴിഞ്ഞ് സ്വർഗം അവരെ വിട്ടുവെച്ചു എന്ന് മാത്രമല്ല, അവൻ സ്തോത്രം ജാതികൾ സുവിശേഷം കേൾക്കുവാൻ, സത്യദൈവത്തെ അറിയുവാൻ, അവൻ ജീവിക്കുന്ന ദൈവത്തെ, സകല ജഡത്തിന്റെയും ദൈവമായിരിക്കുന്ന ദൈവത്തെ അറിയുവാൻ ഇടയായി വന്നു. തീർന്നില്ല. 36-ാമത്തെ വാക്യം പറയുന്നു, അവൻ കാരാഗ്രഹ പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു, നിങ്ങളെ വിട്ടയക്കുവാൻ അധിപതികൾ ആളെ എച്ചരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവിൻ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുക, കാരാഗ്രഹത്തിൽ വീണവനെ അവൻ സ്തോത്രം ഒരു സുവിശേഷ യോഗം നടത്തിയതിനു ശേഷം അവരെ അങ്ങ് വിട്ടയച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ?
ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? നിന്റെ തടവറയ്ക്കകത്ത് അവൻ സ്തോത്രം ഹല്ലേലൂയ നീ ദൈവമാരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിന്റെ അവൻ സ്തോത്രം വാക്കുകൾ കൊണ്ട് ചിലര് ദൈവത്തെ അറിയുകയാണ്. അവൻ സ്തോത്രം നിന്റെ ദൗത്യം അവിടെ പൂർത്തിയായി. അത് കഴിഞ്ഞപ്പോ അവൻ സ്തോത്രം ഇതാ അവൻ സ്തോത്രം അവരെ ഫ്രീ ആക്കിക്കൊണ്ടുള്ള കൽപ്പനയും പുറപ്പെട്ടു. പൗലോസും ശീലാസും എന്നും തടവറയിൽ കടന്നില്ല. ഇന്ന് പകൽക്കാലം നീ തടവറയിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നോടുള്ള ദൂത നിന്നെ ഇത് കേൾപ്പിക്കാനാ ഇതിന്റെ അകത്താക്കിയത്. അല്ലെങ്കിൽ അവൻ സ്തോത്രം ഇത് കേട്ടിട്ടില്ലാത്തവനോട് ഇത് പറയുവാനാ ഈ തടവറയ്ക്കകത്ത് നീ കയറിയത്. തടവറയ്ക്കകത്ത് കയറുന്നവൻ അവൻ സ്തോത്രം അറിഞ്ഞു അവിടെയും നിന്റെ ദൈവം അവൻ സ്തോത്രം ഈസ് ഇൻ കൺട്രോൾ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ചേർന്ന് പറഞ്ഞേ, എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. മരുഭൂമിയുടെ അനുഭവം അവൻ സ്തോത്രം മരുഭൂമിയിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കൈവിട്ടു എന്ന് തള്ളപ്പെട്ടു എന്ന് തോന്നിയാൽ നീ ഒരു കാര്യം അറിയണം, ദൈവത്തിന് നിന്നെ കുറിച്ച് നല്ല പദ്ധതി ഉണ്ടാകും. അവൻ സ്തോത്രം രണ്ടാമത് നീ ഒരു കാര്യം അറിയണം. ഹല്ലേലൂയ. മരുഭൂമിയുടെ അനുഭവത്തിൽ കിടക്കുന്ന പ്രിയ ജനമേ, ദൈവ ജനമേ, നിങ്ങൾ ഒരു കാര്യം അറിയണം, നിന്നെ മാനിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ശത്രുക്കളുടെ മധ്യത്തിൽ മേശയൊരുക്കുന്ന ദൈവം, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതലേ, അവൻ സ്തോത്രം നിന്നെ ദൈവം നിന്നെ കൈവിട്ടതല്ല. പിന്നെയോ അവൻ സ്തോത്രം ചിലര് കൂടെ ദൈവത്തെ അറിയുവാൻ നീ ഇതിന്റെ അകത്ത് വന്നതാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ ഈ ജുഡീഷ്യൽ കോർട്ടിനെ കുറിച്ചൊക്കെ അവൻ ചിന്തിക്കുമ്പോ എനിക്ക് ഹൃദയത്തിനകത്ത് ഭയമാണ്. കർത്താവിന് സ്തോത്രം. അതിനെ കാണുമ്പോ ഹൃദയത്തിനകത്ത് വലിയ വിങ്ങല. എന്താണെന്നറിയാമോ? ഒരു നാൾ ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ ചുറ്റുവട്ടത്ത് അവൻ ആരെന്നെ വിടുവിക്കുമെന്ന് ചോദിച്ച് അവൻ സ്തോത്രം നമ്മൾ ചെയ്യാത്ത അവൻ സ്തോത്രം നമ്മള് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അല്ലാതെ നമ്മുടെ പേഴ്സണൽ അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ സ്തോത്രം ചെന്ന് കുടുങ്ങിപ്പോയി അവൻ അവസ്ഥകളിൽ അവൻ സ്തോത്രം കോർട്ടിനകത്തും ഒക്കെ കയറി ഇറങ്ങി നടന്നപ്പോ ആ കാണുന്നത് ഭയമ, ഭീകര അന്തരീക്ഷമാണ്. അവൻ ആരും വിടുവിക്കാനില്ലാത്ത അവസ്ഥ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം അതുപോലുള്ള ചിലതിനോട് സുവിശേഷം പറയുമ്പോൾ അവൻ സ്തോത്രം ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, എന്തിനാ അതിന്റെ അകത്ത് കയറിയതെന്ന്. കർത്താവിന് സ്തോത്രം. നിന്നെ തടവറയ്ക്കകത്ത് കയറ്റിയത് ദൈവത്തിന്റെ പദ്ധതിയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ സ്തോത്രം ഒരു മരുഭൂമിയുടെ അനുഭവം, അവൻ ഒരു കല്ലറയുടെ അനുഭവം. മൂന്നാമത് അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ ഒരു കല്ലറയുടെ അനുഭവം. അവൻ സ്തോത്രം അത് ട്യൂബിന്റെ അവൻ സ്തോത്രം ലാസറസ് എന്ന് പറയുന്ന അവൻ സ്തോത്രം ദൈവത്തിന്റെ പ്രിയനായവൻ മരിക്കാൻ കിടക്കുകയാണ്. കർത്താവിൻ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം അവൻ സ്തോത്രം ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് 11-ാമത്തെ അധ്യായത്തിനകത്ത് 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു. കർത്താവിന് സ്തോത്രം. അതിനകത്ത് എഴുതി വെച്ചിരിക്കുക, ലാസർ ദീനമായിട്ട് കിടക്കുന്നു, പ്രാർത്ഥിക്കാൻ അവൻ സ്തോത്രം ദൈവദാസനെ ആളയച്ചു. ദൈവദാസൻ പറഞ്ഞു വരത്തില്ല. യേശുവിനെ വിളിച്ചു, യേശു വന്നില്ല. എന്നാൽ 4 ദിവസം കഴിഞ്ഞ് യേശു മടങ്ങി വരുമ്പോ അവൻ ദീനമായി കിടന്നവൻ, അവൻ ICUയിൽ ഉണ്ടായിരുന്നവൻ ഇപ്പൊ മോർച്ചറിയിലാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ അന്ന് പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്ന എല്ലാ കക്ഷികളും പ്രാർത്ഥന നിർത്തി വീട്ടിൽ പോയി. കർത്താവിന് സ്തോത്രം. അവൻ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒക്കെ പിരിച്ചുവിട്ടു. ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? അവൻ മരിച്ചു പോയില്ലേ? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, മരണത്തിനും അപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ മരിച്ചവനെ അവൻ സ്തോത്രം വെടിവെപ്പാൻ ശക്തിയുള്ളവനെ കുറിച്ചാ ഇന്ന് പകൽക്കാലം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, കല്ലറയുടെ മുമ്പിൽ അവൻ സ്തോത്രം യേശു നിന്നു. അവൻ സ്തോത്രം മാർത്ത സ്വന്തം സഹോദരി, മരിച്ചവന്റെ സ്വന്തം പെങ്ങള് വന്നിട്ട് പറഞ്ഞു, തുറക്കണ്ട കർത്താവെ, ഇപ്പോൾ നാറ്റം വമിക്കുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. വേറെ ആരുമല്ല പറഞ്ഞേ, സ്വന്തം വീട്ടുകാരാ പറഞ്ഞേ, ഇനി വിട്ടേക്ക്, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവ് പറഞ്ഞു, മാർത്തേ മാർത്തേ, അവൻ സ്തോത്രം, didn't I tell you that if you believe you will see the glory of God? ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് അവൻ സ്തോത്രം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വിശ്വാസം പോകുമ്പോൾ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചങ്ക് പൊട്ടി വിളിച്ചു പറയും, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. കർത്താവിന്റെ സ്തോത്രം. ചേർന്ന് പറഞ്ഞേ, ഞാൻ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഞാൻ കാണും. ചേർന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞേ, കർത്താവിന്റെ സ്തോത്രം, വിശ്വസിച്ചാൽ ഞാൻ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം. അവൻ അവിടെ നിന്നേച്ചു. അവൻ സ്തോത്രം ലാസറിനെ നോക്കി അവൻ സ്തോത്രം അവൻ വിളിച്ചു പറഞ്ഞു, ലാസറസ് കം ഫോർത്ത്. കർത്താവിന്റെ സ്തോത്രം. അവൻ മരിച്ചവൻ അവൻ സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുക, യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് 11-ാമത്തെ അധ്യായത്തിനകത്ത് പറയുക, അവൻ സ്തോത്രം മരിച്ചവൻ കെട്ടപ്പെട്ടവനായി പുറത്തു വരുവാനിടയായി തീർന്നു.
കർത്താവിന്റെ സ്തോത്രം 43-ാമത്തെ തിരുവചനം പറയുകയാണ്, അവൻ ലാസറേ പുറത്തു വരിക എന്ന് അവൻ കല്ലറയെ നോക്കി ഒരു വിളി. ദൈവത്തിന്റെ വചനം പറയുന്നു, മരിച്ചവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, അവൻ സ്തോത്രം, ഹല്ലേലൂയ. ആ ലാസർ ഉയർപ്പിക്കപ്പെട്ടത് മുഖാന്തരമായിട്ട് അനേകര് ക്രിസ്തുവിനെ അറിയുവാൻ, അനേകര് ദൈവത്തെ അറിയുവാൻ സ്വർഗമിടയായി. പ്രിയമുള്ളവരെ, ആ ദേശത്തിന്റെ പേര് മുന്നേ ബഥാനി എന്നായിരുന്നു. അവൻ ഇപ്പോൾ അവൻ സ്തോത്രം അടുത്ത അധ്യായങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ലാസർ പാർത്ത ബഥാനി. കർത്താവിന്റെ സ്തോത്രം, ആ ദേശത്തിന്റെ അഡ്രസ് മാറ്റി. കർത്താവിന്റെ സ്തോത്രം, ഇന്ന് പകൽക്കാലം നീ മരുഭൂമിയുടെ അകത്താണോ? കർത്താവിന്റെ സ്തോത്രം, ഒരു തടവറയ്ക്കകത്താണോ? ഒരു കല്ലറയ്ക്കകത്താണോ? അവൻ സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എവിടെയായിരുന്നാലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തന. കർത്താവിന്റെ സ്തോത്രം, എന്തേ ദൈവമേ 4 ദിവസവും നീ വന്നില്ല? കർത്താവിന്റെ സ്തോത്രം, എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടാനാ. കർത്താവിന്റെ സ്തോത്രം, നിനക്ക് സാക്ഷ്യങ്ങളെ നൽകി ഇതുപോലെ നിർത്താനാ. പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം, ഈ ഉള്ളവൻ ഇതുപോലെ നിന്ന് അവൻ ശക്തിയോടെ വിളിച്ചു പറയുമ്പോ ഓർക്കണം, അവൻ സ്തോത്രം ഇതുപോലെയുള്ള അവൻ സ്തോത്രം ഇത്രയും എക്സ്റ്റെൻഡിൽ പോയില്ലെങ്കിലും അവൻ ഇതുപോലെയൊക്കെ ഉള്ള സംഭവങ്ങളിലൂടെ ദൈവം കയറ്റി വിട്ടത് കൊണ്ടാ ഇതുപോലെ പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയുവാൻ പറ്റുന്നത്. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. മരണത്തെ കണ്ട വ്യക്തിയാണോ? നിന്നെ കൊണ്ട് അനേകരെ മരണത്തിൽ നിന്ന് വലിച്ചു പുറത്തെടുക്കുവാൻ ദൈവം ഉപയോഗിക്കും. അവൻ സ്തോത്രം, നീ തടവറയ്ക്കകത്ത് പോയതാണോ? അവൻ സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ ജയിലറെ നീ മുക്കും. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അവരെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ അവൻ സ്തോത്രം മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ദൈവം വിശ്വസ്തനാ, ദൈവം മതിയായവരാ. നമുക്ക് മടങ്ങി വരാം. കർത്താവിന്റെ സ്തോത്രം, അവൻ സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക. അവൻ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ നോക്കരുത്. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കരുത്. കർത്താവിന്റെ സ്തോത്രം, അവൻ എബ്രായ ലേഖനത്തിനകത്ത് പറയുന്നു, ഫിക്സ് യുവർ ഐസ് ആൻഡ് തോട്ട്സ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ സ്തോത്രം, നീ സാക്ഷാൽ യേശുവിനെ നീ ശ്രദ്ധിച്ചു നോക്കണം. നിന്റെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിന്റെ കണ്ണുകളെ വലിച്ചെടുത്താൽ നമുക്ക് യേശുവിനെ നോക്കാം. നിന്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഈ പാൻഡമിക്കിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും നമുക്ക് കേട്ട കർത്താവിന്റെ സ്തോത്രം, മുദ്രയുണ്ടേ നിന്റെ ദൈവം സൂക്ഷിക്കും. കർത്താവിന്റെ സ്തോത്രം, ഇനി അഥവാ അവൻ സ്തോത്രം, ഹല്ലേലൂയ, എന്നാ വന്നാലും മരണത്തിനും അപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരുവന്റെ അടുക്കലേക്കാ ഞാനും നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം, ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും യേശുവിൽ വിശ്വസിക്കുന്നവൻ വിളിച്ചു പറയും, ഇപ്പോഴും ഞാൻ പ്രത്യാശയുള്ളവനാ. എന്താ കാര്യം? ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് ശുഭമായിരിക്കുന്ന ഒരു ഭാവിയും പ്രത്യാശയും നൽകുവാൻ എനിക്കൊരു പദ്ധതിയുണ്ട്. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഇത് പാൽക്കാലം നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചത് അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ചലിക്കുവാനാ. നിന്നെ ദൈവം മാനിക്കുവാൻ, അവൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ശത്രുക്കളെ നിഷ്കാസനം ചെയ്ത് നിനക്കൊരു ശുഭഭാവി തരുവാൻ. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. മോശയോട് ദൈവം പറയുന്നുണ്ട്, എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, അവൻ എന്തിനാ കരയുന്ന? വൈ ആർ യു ക്രൈയിങ്? മൂവ് ഓൺ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വാസ്തവ. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ചില സമയത്ത് ദൈവത്തിന്റെ ശബ്ദം കേട്ട് നീ പ്രവർത്തിക്കണം. കർത്താവിന്റെ സ്തോത്രം, ചിലയിടങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. മോശയോട് ദൈവം പറഞ്ഞു, കൈ ഉയർത്തുക. അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ കടല് രണ്ടായിട്ട് വിഭജിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. മോശയോട് വീണ്ടും ദൈവം പറഞ്ഞു, അവൻ സ്തോത്രം കരച്ചു നിർത്താനായിട്ട് അവരോട് പറയേ. അവൻ സ്തോത്രം ദൈവമക്കളോട് പറഞ്ഞു, കരച്ചു നിർത്തി യാത്ര ചെയ്യാൻ. കർത്താവിന്റെ സ്തോത്രം, ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് പറയുന്നത്, അവൻ സ്തോത്രം, ഇനി കരയണ്ട, ഇനി വിഷമിക്കേണ്ട. കർത്താവിന്റെ സ്തോത്രം, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ സ്തോത്രം, ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് പറഞ്ഞ് അവൻ സ്തോത്രം ഒരു കാഹളധ്വനി പെരുന്നാളിന് വേണ്ടി അവൻ സ്തോത്രം ഒരുക്കാനാണ് യേശു ഇതിനകത്തേക്ക് വന്നത്. അവൻ സ്തോത്രം, നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നിന്നെ സൂക്ഷിക്കും, നിന്നെ മാനിക്കും. ദൈവം നിനക്ക് ശുഭകരമായിരിക്കുന്ന ഭാവി തരും, പ്രത്യാശ തരും. നീ പ്രിയം വെച്ച അവൻ സ്തോത്രം, നീ ആശിച്ചത് എന്താണോ അത് നിന്റെ കരങ്ങളിലേക്ക് ദൈവം നിനക്ക് അവൻ നൽകി തരുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ വചനം പറയുന്നു, desire yourself also in the Lord, he will give the desires of your heart. Delight yourself also in the Lord, he will give the desires of your heart. അവൻ സ്തോത്രം, ഹല്ലേലൂയ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരും. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഇന്ന് പകൽക്കാലം അവൻ സ്തോത്രം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ തുടങ്ങിയ എല്ലാ കണ്ണുകളും അടയ്ക്കാം.
നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം, കർത്താവിന് നന്ദി പറയാം. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട പകലിനായിട്ട് നന്ദി. അങ്ങ് വിശ്വസ്തന, അങ്ങ് മതിയായവനാ. കർത്താവെ, എന്റെ ശത്രുവിന്റെ ഹൃദയത്തെ കഠിനമാക്കിയപ്പോൾ ആ ശത്രുവിന്റെ ഹൃദയത്തെ എന്നെ തൊടാതെ വണ്ണം എന്റെ പിന്നിൽ വന്ന് എന്നെ സൂക്ഷിച്ച ദൈവം, എന്റെ മുന്നും പിന്നും കാക്കുന്ന ദൈവം. സ്തോത്രം. എന്റെ മുന്നിൽ മരുഭൂമിയാണേലും എന്റെ പിന്നിൽ ശത്രുവിന്റെ ശബ്ദം എനിക്ക് കേൾക്കാമെങ്കിലും സ്തോത്രം. അതേ ചെങ്കടലിനെയും കടലിനെയും വിഭജിച്ച സ്തോത്രം വരണ്ട നിലം ഒരുക്കുവാൻ സാധിക്കുന്ന ഒരു മഹാദൈവം. കല്ലറയ്ക്കകത്ത് സ്തോത്രം ഹല്ലേലൂയ ജീവൻ പകരുന്ന ദൈവം. കർത്താവിന്റെ സ്തോത്രം. കാരാഗ്രഹത്തിന്റെ അകത്ത് അടിസ്ഥാനങ്ങളെ കുലുക്കി വീണ്ടും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ സാധിക്കുന്ന ദൈവം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നീ മതിയായവനാ. For nothing is impossible with God. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറം അവൻ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു മഹാദൈവത്തെ കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, വിശ്വാസത്തിൽ ശക്തിയുള്ളവരായിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ രോഗങ്ങൾ മാറട്ടെ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ. സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവ്, ഇന്ന് പകൽക്കാലം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ പേരും, ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ സകലരുടെ പേരും, വിശ്വാസം ഉറച്ച സകലരുടെ പേരും കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവെ, സ്തോത്രം. ദൈവജനം 11 ദിവസം കൊണ്ട് തീർക്കേണ്ടത് 40 വർഷം കൊണ്ട് തീർക്കുവാൻ ഇടയായത് അവരുടെ അവിശ്വാസമാണ്. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ 40 വർഷം കൊണ്ട് തീരേണ്ടത് 11 ദിവസം കൊണ്ട് തീരുവാനിടയാകും. അതേ കർത്താവെ, ഇന്ന് പകൽ ഒരു റിവേഴ്സ് യേശുവിന്റെ നാമത്തിൽ, റിവേഴ്സ് ഇഫക്ട് യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ഫാമിന്റെ നടുവിലും, ഈ പാൻഡമിക്കിന്റെ നടുവിലും, ഈ കഷ്ടതയുടെ നടുവിലും വിശ്വസിക്കുന്ന ദൈവജനത്തിനു വേണ്ടി അനേക വർഷങ്ങൾ കൊണ്ട് സാധിക്കാത്തത് ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കട്ടെ. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നല്ല നാമത്തിൽ നല്ല പിതാവേ.